Hello students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ഓഫ് സോളിഡ്സിലെ കേസ് 3 ടൈപ്പ് പ്രോബ്ലമാണ്. കേസ് 3 ടൈപ്പ് പ്രോബ്ലത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു എച്ച് പി. ഇതാണ് കേസ് 3 ടൈപ്പ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത. സോ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനത് പ്രോബ്ലം ഒന്ന് വായിക്കാം. A hexagonal prism of base edge 20 mm and height 50 mm is resting on base on HP with one of its base edge is parallel to VP. A cutting plane perpendicular to VP and inclined 65 degree to HP cut the solid meeting the axis 35 mm above the bottom base. Draw the front view. STV എന്ന് പറഞ്ഞാൽ സെക്ഷണൽ ടോപ്പ് വ്യൂ. സെക്ഷണൽ ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പ്രിസം. ഓക്കെ, ഇതാണ് ഗിവൺ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നും പറയാം. ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കുക, സെക്ഷണൽ ടോപ്പ് വ്യൂ കണ്ടുപിടിക്കുക, ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കുക, ഡെവലപ്മെന്റ് ഓഫ് ദ പ്രിസം കണ്ടുപിടിക്കുക. സി, ഇവിടെ നമ്മൾ ട്രൂ ഷേപ്പും ഡെവലപ്മെന്റ് ഓഫ് ദ പ്രിസവും ഒരേ സമയം സാധാരണ നമ്മുടെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ട്രൂ ഷേപ്പ് മാത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രിസം മാത്രം വരയ്ക്കാനേ പറയാറുള്ളൂ. സോ ഞാൻ എന്നാലും ഈ വീഡിയോയിൽ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മുടെ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുകയുള്ളൂ. സോ ഏതൊരു ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സെക്ഷൻ ഓഫ് സോളിഡ്സിന്റെ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് സോളിഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ വെച്ചിട്ട് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കട്ടിംഗ് പ്ലെയിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തെ ഭാഗം സോളിഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം കട്ടിംഗ് പ്ലെയിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സെക്ഷൻ ഓഫ് സോളിഡിലെ എല്ലാ പ്രോബ്ലവും സോളിഡ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്നതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എക്സ് ലൈന്റെ താഴെയായിരിക്കും ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്, എക്സ് ലൈന്റെ മുകളിലായിരിക്കും ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടത്. സോ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് വരയ്ക്കേണ്ടത് സിമ്പിൾ പൊസിഷൻ ആണ്. അപ്പൊ സോളിഡിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ഏതാണ് സോൾഡ് എന്ന് നോക്കുക. ദാറ്റ് ഈസ് എ ഹെക്സഗണൽ പ്രിസം. ഇതാണ് നമ്മുടെ ഗിവൺ സോൾഡ്. പ്രിസം എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യുക. രണ്ടാമത് ബേസ് എഡ്ജ് ഡയമെൻഷൻ നോക്കുക. വാട്ട് ആർ ദ ഡയമെൻഷൻ എന്നുള്ളത്. ദാറ്റ് ഈസ് ബേസ് എഡ്ജ് 20 ആൻഡ് ഹൈറ്റ് 50 ആണ്. മൂന്നാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് റെസ്റ്റ് ചെയ്യുന്നത് എച്ച് പിയിലാണോ വി പിയിലാണോ. സോ ഇസ് റെസ്റ്റിംഗ് ഓൺ ബേസ് ഓൺ എച്ച് പി. എപ്പോഴും ബേസിലായിരിക്കും ഇരിക്കുക. സോ എവിടെയാണ് ഇരിക്കുന്നത് നോക്കിയാൽ മാത്രം മതി. എച്ച് പിയിലാണ് ബേസിൽ ഇരിക്കുന്നത്. നാലാമത് ബേസിൽ എച്ച് പി ഇരിക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബേസ് എഡ്ജ് എങ്ങനെയാണ് എന്ന് നോക്കുക. വി പിയോട് പാരലാണോ, പെർപെൻഡിക്കുലറിലാണോ, ഈക്വൽ ഇൻക്ലൈൻഡ് ആണോ. വിത്ത് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 4 ഡേറ്റാസ് മതി നമുക്ക് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാനായിട്ട്. സോ സോൾഡ് എന്ന് മനസ്സിലായി, ഡയമെൻഷൻസ് മനസ്സിലായി, റെസ്റ്റ് ചെയ്യുന്ന പ്ലെയിൻ മനസ്സിലായി, വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്നുള്ള കാര്യവും മനസ്സിലായി. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മുടെ എൻറ്റയർ ആൻസർ ആണ്. ഈ ആൻസറിൽ നിന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാണ്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സിമ്പിൾ പൊസിഷൻ വരയ്ക്കുകയാണ്. സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബേസ് എഡ്ജ് പാരലൽ ടു വി പി ആയിട്ട് വരയ്ക്കണമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ബേസിൽ എച്ച് പിയിലാണ് സോൾഡ് ഇരിക്കുന്നത്. ആദ്യം വരയ്ക്കേണ്ടത് സോൾഡിന്റെ ബേസിന്റെ ഷേപ്പ് ആയിരിക്കണം. അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോപ്പ് വ്യൂവിലാണ്, കാരണം സോൾഡ് ഇരിക്കുന്നത് എച്ച് പിയിലാണ്. സോ ടോപ്പ് വ്യൂവിൽ നിങ്ങൾ ആദ്യം വരയ്ക്കുന്നത് ബേസിന്റെ ഷേപ്പായ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ വരയ്ക്കുമ്പോൾ അതിനകത്ത് ആദ്യം വരയ്ക്കേണ്ടത് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ആയിരിക്കണം. ഒരു ബേസ് എഡ്ജ് XY ലൈനിനോട് പാരലാക്കി വരയ്ക്കുക. ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് XY ലൈനിനെ വി പി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് XY ലൈനിനെ എച്ച് പി ആയിട്ട് കൺസിഡർ ചെയ്യണം വരയ്ക്കുന്ന സമയങ്ങളിൽ. സോ ഇവിടെ വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഞാൻ XYക്ക് പാരലാക്കി വരച്ചു. അതിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ 20 mm ആണ്. 20 mm എടുത്ത് വരച്ചു. ദെൻ ഹെക്സഗണിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 120 ഡിഗ്രി ഇന്റീരിയർ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെക്സഗണിനെ വരയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. സോ ഹെക്സഗണിനെ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ നെയിമിംഗ് കൊടുക്കണം.
നെയിമിംഗ് കൊടുക്കുമ്പോൾ ദിസ് ഈസ് എ ബി സി ഡി ഇ എഫ് എന്നുള്ളത് ഈ ഹെക്സഗണൽ പ്രസത്തിന്റെ ടോപ്പ് ബേസിലുള്ള പോയിന്റും ബോട്ടം ബേസിലുള്ള പോയിന്റുകൾ പി ക്യു ആർ എസ് ആണ്. അതുകൊണ്ട് പി ക്യു ആർ എസ് ടി യു എന്ന ബോട്ടം ബേസിനും പേര് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ മോഡ്യൂളിലൊക്കെ ഇത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ എ ബി സി ഡി പി ക്യു ആർ എസ് എന്നുള്ള പേരുകൾ കോർണേഴ്സിന് കൊടുത്തു. ദെൻ നമ്മൾ ഹിഡൻ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. നോക്കൂ, മുകളിലുള്ള എ ബി സി ഡി ബേസിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, എന്നാൽ താഴെ വരുന്ന പി ക്യു ആർ എസ് ബേസിനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് പി ക്യു ആർ എസ് ടി യു എല്ലാം ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ അതിന്റെ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെയുള്ള എല്ലാ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. ദാറ്റ് ഈസ് എയിൽ നിന്ന് പിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ, ബിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ, സി ആറിൽ നിന്ന് ഡി എസിൽ നിന്ന് ഇ, ടിയിൽ നിന്ന് എഫ് യുവിൽ നിന്നൊക്കെ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ലൈൻ എക്സ് വൈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും പി ഡാഷ്. അതുപോലെ ഈ ക്യൂവിൽ നിന്നുള്ളത് ക്യൂ ഡാഷ്, ആർ ഡാഷ്, എസ് ഡാഷ്, ടി ഡാഷ്, യു ഡാഷ്, അങ്ങനെ നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആക്സിസ് പോയിന്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യ സെന്ററിൽ എം ബ്രാക്കറ്റ് തന്നെ. അവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ താഴെ എം ഡാഷ്. അവിടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ആക്സിസിന്റെ ലെങ്ത് എത്രയാണ്? 50 mm ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 50 mm ലെങ്ത്തിൽ നിങ്ങൾ ആദ്യം ആക്സിസ് ലൈൻ വരയ്ക്കുക, എം ഡാഷ്, എൻ ഡാഷ് വരയ്ക്കുക. ദെൻ എല്ലാ പോയിന്റുകളും ബാക്കി മുകളിൽ വരുന്ന എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് എല്ലാം തന്നെ താഴെ നിന്നും 50 mm മുകളിലാണെന്ന് നമുക്കറിയാം. പ്രസത്തിന്റെ ഹൈറ്റ് 50 ആയതുകൊണ്ട്. സോ പി ഡാഷിൽ നിന്ന് 50 mm മുകളിൽ എ ഡാഷ്, ക്യൂ ഡാഷിൽ നിന്ന് 50 mm മുകളിൽ ബി ഡാഷ്, അങ്ങനെ നിങ്ങൾ എല്ലാ പോയിന്റുകളും 50 mm മുകളിൽ എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ് എല്ലാ പോയിന്റുകളും ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ച് മാർക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്തു. അതിനുശേഷം താഴെയുള്ള പി ഡാഷിൽ നിന്ന് എ ഡാഷിലേക്ക് ലൈൻ വരയ്ക്കുക. റൈറ്റ് സൈഡിലുള്ള എസ് ഡാഷിൽ നിന്ന് ഡി ഡാഷിലേക്ക് ലൈനും വരച്ച് ആദ്യം ഈ റെക്ടാങ്കിൾ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതിനുള്ളിലുള്ള ലൈൻ വരയ്ക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് ഹിഡൻ പോയിന്റുകളെ കണ്ടുപിടിച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ. അതിന് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ, പക്ഷെ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് ഉള്ള സ്ഥലങ്ങളിൽ ഒരു പോയിന്റ് ഹിഡൻ ആയിരിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 2 പോയിന്റിൽ ആരാണ് ഹിഡൻ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക. ഈ ടോപ്പ് വ്യൂവിന്റെ ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് നോക്കുക, ദാറ്റ് ഈസ് എ. ഏറ്റവും റൈറ്റ് മോസ്റ്റ് പോയിന്റ് നോക്കുക, ദാറ്റ് ഈസ് ഡി. ഈ എക്കും ഡിക്കും അപ്പുറം വരുന്ന പോയിന്റ് ആരൊക്കെയാണ്? ദാറ്റ് മീൻസ് ബിയും സിയും ടോപ്പ് ബേസിൽ, താഴത്തെ ആരാണ്? ക്യൂവും ആറും ബോട്ടം ബേസിൽ. ഇവരായിരിക്കും ഇതിനകത്ത് ഹിഡൻ ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ മുകളിൽ ബി ഡാഷിനെ ബ്രാക്കറ്റ് ചെയ്യുക, ഇവിടെ സി ഡാഷിനെ മുകളിൽ ബ്രാക്കറ്റ് ചെയ്യുക, താഴെ ക്യൂ ഡാഷിനെ ഇതിന്റെ ക്യൂ ഡാഷിനെ ബ്രാക്കറ്റ് ചെയ്യുക, ആർ ഡാഷിനെയും ബ്രാക്കറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടത് പി ഡാഷ് എ ഡാഷ് വരച്ചു. അതുപോലെ തന്നെ അടുത്തത് ഇവിടെ നിന്ന് ക്യൂ ഡാഷിൽ നിന്ന് ബി ഡാഷിലേക്ക് ലൈൻ വരയ്ക്കണം. അത് നിങ്ങൾ ലൈൻ വരയ്ക്കുമ്പോൾ ക്യൂ ഡാഷ് ബി ഡാഷ് രണ്ടും ഹിഡൻ പോയിന്റ് ആയതുകൊണ്ട് അവിടെ വരയ്ക്കുന്ന ലൈൻ ഹിഡൻ ആണ്. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ഇതെല്ലാം വരച്ചു കഴിഞ്ഞ് പിന്നെ യു ഡാഷ് എഫ് ഡാഷ് വരയ്ക്കുമ്പോൾ യു ഡാഷും എഫ് ഡാഷും വിസിബിൾ ആണ്. അപ്പൊ അവിടെ വരയ്ക്കേണ്ട ലൈൻ വിസിബിൾ ലൈനാണ്. ഹിഡൻ ലൈനും വിസിബിൾ ലൈനും ഒരേ സ്ഥലത്ത് വരയ്ക്കേണ്ട വന്നു കഴിഞ്ഞാൽ വിസിബിൾ ലൈനാണ് പ്രയോറിറ്റി കൊടുത്ത് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ക്യൂ ഡാഷ് ബി ഡാഷിന്റെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ അത് ഹിഡൻ ആക്കാണ്ട് യു ഡാഷ് എഫ് ഡാഷിന്റെ വിസിബിൾ ലൈൻ ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിസിബിൾ ലൈൻ വരച്ചു. ശ്രദ്ധിക്കണം, നിങ്ങൾ ഇപ്പോൾ വരയ്ക്കുന്ന എല്ലാ ഡ്രോയിങ്സുകളും ലൈറ്റ് പെൻസിൽ കൊണ്ട് മാത്രമേ വരയ്ക്കാവുള്ളൂ. ആരും HB യുടെ പെൻസിൽ കൊണ്ട് വരയ്ക്കരുത്. കാരണം സെക്ഷൻ ചെയ്തതിനു ശേഷമേ നമുക്ക് HB പെൻസിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ആർ ഡാഷിൽ നിന്ന് സി ഡാഷിലേക്ക് ഹിഡൻ ആണെങ്കിലും ടി ഈ വിസിബിൾ ലൈൻ ആയതുകൊണ്ട് ഇവിടെ വിസിബിൾ ലൈൻ വരയ്ക്കുക, ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. സോ ഇത് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ദെൻ ടോപ്പ് ബേസിലെ ABCD പോയിന്റുകളെല്ലാം ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ബോട്ടം ബേസിലെ ABCD പോയിന്റുകളെല്ലാം ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ദെൻ ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ അത് നമുക്ക് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. 50 mm എന്നുള്ള ഹൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ലൈൻസ് വരച്ച് നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ച് നമ്മൾ ഇതിനിടയിൽ ഡയമെൻഷൻ ലൈൻ വരച്ച് ഡയമെൻഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് 50 എന്നുള്ള രീതിയിൽ. സോ ഇപ്പോൾ നമ്മൾ നിലവിൽ സിമ്പിൾ പൊസിഷൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിനെ സെക്ഷൻ ചെയ്യുമ്പോഴുള്ള വ്യൂ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ പൊസിഷൻ നന്നായിട്ട് വരയ്ക്കാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഗിവൺ സോളിഡിനെ സെക്ഷൻ ചെയ്യുമ്പോഴുള്ള ഡ്രോയിങ്സ് എങ്ങനെ വരയ്ക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് ക്വസ്റ്റ്യനിൽ സെക്ഷനെ കുറിച്ച് പറയുന്ന ഭാഗം മനസ്സിലാക്കുക. ഓക്കെ, എ കട്ടിംഗ് പ്ലെയിൻ
പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് 65 to HP. ഞാൻ ആംഗിൾ ഒരു സെക്കൻഡ് എന്ന് വിട്ടിട്ട് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു HP എന്ന് പറയുന്ന കേസ് ഏതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇത് കേസ് 3 ആണ്. കേസ് 3 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വി പി ഇൻക്ലൈൻഡ് ടു HP ആണെന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ട് ഓർക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും നമ്മളോട് സാധാരണ യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു മജോറിറ്റി ക്വസ്റ്റ്യനുകളും കേസ് 3യിൽ നിന്നാണ് ചോദിക്കുന്നത്. സോൾഡുകൾ പലപ്പോഴും മാറി വരാം, പക്ഷേ കേസ് 3യിലെ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്? സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് കേസിലുള്ള പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് ഇത് വായിക്കുമ്പോൾ കിട്ടും. പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു HP എല്ലാ പ്രോബ്ലത്തിനും ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരും. രണ്ടാമത് നമുക്ക് അറിയേണ്ടത് കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്ന പോയിന്റ് ഏത്, കട്ടിംഗ് പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര, ഇത്ര മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. കടന്നു പോകുന്ന പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സോളിഡിന്റെ ഏതെങ്കിലും ഒരു ആക്സിസിലൂടെയോ എഡ്ജിലൂടെയോ ഒക്കെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ കൂടെ കടന്നു പോകുന്ന വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറയും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിനോട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നും ക്വസ്റ്റ്യനിൽ പറയും. സോ ഇവിടെ നമ്മൾ അത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ കേസ് 3 ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആംഗിൾ എത്രയാണ്, ദെൻ ഏത് പോയിന്റിലോ കടന്നു പോകുന്നു. സോ ആംഗിൾ കിട്ടി നമുക്ക് അല്ലെ, 65 ഡിഗ്രി വിത്ത് HP ആണ്, 65 ഡിഗ്രി ടു HP ആണ്. ഓക്കെ, ദെൻ കട്ട് ദ സോളിഡ് മീറ്റിംഗ് ദ ആക്സിസ് 35 mm എബോവ് ദ ബോട്ടം ബേസ്. ബോട്ടം ബേസ്, സോളിഡിന്റെ ബോട്ടം ബേസിൽ നിന്ന് 35 mm മുകളിൽ ആക്സിസിന്റെ പോയിന്റിലൂടെ ആണ് കട്ടിംഗ് പ്ലെയിൻ കടന്നു പോവേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ HP യോട് 65 ഡിഗ്രി ചെരിഞ്ഞു പോകുന്ന കട്ടിംഗ് പ്ലെയിൻ ആണ് വരയ്ക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഇത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്ന ഹെക്സാഗണൽ പ്രിസമാണ്. ഈ പ്രിസത്തെ എങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ശരിക്കും അത് HP യിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് കാണിക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഇത് ഒന്ന് ഇങ്ങനെ കിടത്തി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇവിടെയാണ് നമ്മുടെ HP ഉണ്ടത്. അപ്പോൾ HP യിൽ ഇത് ഈ ബേസിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ ആണല്ലേ, കട്ടിംഗ് പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ പുറകിൽ കാണുന്ന സർഫസ് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് കേട്ടോ. സോ വെർട്ടിക്കൽ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന കട്ടിംഗ് പ്ലെയിൻ അപ്പോൾ ഇതായിരിക്കുമല്ലോ. ഇങ്ങനെയല്ലേ കട്ട് ചെയ്ത് പോവുക, ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ ഈ പോകുന്ന കട്ടിംഗ് പ്ലെയിൻ ഇവിടെയുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും. കട്ട് ചെയ്ത് പോകുന്ന എവിടെയാണ്? ഇത് നടുക്ക് പോകുന്ന ആക്സിസ് ലൈൻ ഉണ്ടാവുമല്ലോ, ആക്സിസ് ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്ത് പോകേണ്ടത്. ആക്സിസ് ലൈനിൽ ഏത് പോയിന്റിൽ കൂടെയാണ്? ബേസ്, ഈ ബോട്ടം ബേസിൽ നിന്ന് 35 mm മുകളിലായിട്ട് ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിലൂടെ ആയിരിക്കും ഈ കട്ടിംഗ് പ്ലെയിനെ നിങ്ങൾ കടത്തിവിടുന്നത്. അപ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും ഇരിക്കുക. അപ്പോൾ കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ട് കാണാൻ പറ്റുന്ന നമുക്ക് ഏത് വ്യൂവിലാണ്? ഫ്രണ്ട് വ്യൂവിലാണ്. ഓക്കെ, സോ നമുക്ക് ഈ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 35 mm മുകളിൽ, ഈ ബോട്ടം ബേസിൽ നിന്ന് 35 mm മുകളിൽ ആക്സിസിലെ പോയിന്റിനെ ആദ്യം മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ആ പോയിന്റിലൂടെ XY ലൈനിന് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈനിൽ, ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന കട്ടിംഗ് ലൈൻ ഫ്രണ്ട് വ്യൂവിലാണ് ആ ലൈൻ കാണാൻ സാധിക്കാമല്ലോ. ആ കട്ടിംഗ് ലൈൻ 65 ഡിഗ്രി ചെയ്യണം. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്ത് നമ്മൾ ഇവിടെ തന്നെ കൊണ്ട് വെച്ചിട്ട് ആംഗിൾ 65 ഇവിടെ നോക്കി 65 ഡിഗ്രി ആംഗിൾ എടുത്ത് നമ്മൾ ഇവിടുത്തെ ആംഗിൾ 65 ഡിഗ്രി എന്ന് കണ്ടുപിടിക്കുക. 65 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, 65 ഡിഗ്രി ആംഗിൾ എടുത്ത് നമ്മൾ എന്നിട്ട് ഈ ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ കട്ടിംഗ് ലൈനാണ്. വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ചെയിൻ ലൈൻ പോലെ വരച്ചതിന് ശേഷം 2 എൻഡും ഡാർക്കൻ ചെയ്ത് അവിടെ VT എന്ന പെർപെൻഡിക്കുലർ വരച്ച് എഴുതണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. VT, ദാറ്റ് മീൻസ് വെർട്ടിക്കൽ ട്രേസ് എന്നതാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ VT എന്ന് നമ്മൾ ചെയ്യുക. ദെൻ ഈ കട്ടിംഗ് പ്ലെയിൻ കടന്നുപോയി. ഇപ്പൊ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ കിട്ടിയ പ്രകാരം കട്ടിംഗ് പ്ലെയിനെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ പോയിന്റുകളെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കട്ടിംഗ് പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്യുക. സോ പോയിന്റുകൾ മാർക്ക് ചെയ്യുമ്പോൾ നോക്കിക്കുകയും ഇത് കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്നത് ആദ്യം ഈ താഴെയുള്ള എഡ്ജിലൂടെയാണ് കടന്ന് ഇങ്ങനെ പോവാണ് അല്ലേ. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ കടന്നുപോയ ഈ എഡ്ജിനെ ക്രോസ് ചെയ്ത ഭാഗത്ത് ഇവിടെ ആയിരിക്കും പോയിന്റ് ഉണ്ടാകുന്നത്. പിന്നെ ഈ വെർട്ടിക്കൽ എഡ്ജിന്റെ ഇവിടെ പോയിന്റ് ഉണ്ടാവും. ആക്സിസിൽ ഒരിക്കലും പോയിന്റ് ഉണ്ടാവില്ല. പിന്നെ ടോപ്പ് ബേസ് എഡ്ജിൽ ഇവിടെ പോയിന്റ് ഉണ്ടാവും. വെർട്ടിക്കൽ എഡ്ജിൽ മാത്രമല്ല കേട്ടോ, ഈ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ലൈനിൽ കട്ട് ചെയ്താൽ അവിടെയും പോയിന്റ് ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഈ ബേസിന്റെ എഡ്ജിന്റെ ഫ്രണ്ട് വ്യൂസ് ആണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ പോയിന്റുകളെ മാർക്ക് ചെയ്യാൻ പറ്റുക, എത്ര പോയിന്റുകൾ ഉണ്ടാവും എന്നൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുക? നോക്കിക്കേ, ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പോയിന്റുകൾ എത്ര എണ്ണമാണ്? ഞാനിപ്പോൾ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് 2 വന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്ന എഡ്ജ് ലൈൻ ശ്രദ്ധിക്കുക. ആ ലൈനിന്റെ പേര് P' മുതൽ Q' വരെയാണ്. ഓക്കെ, ആ ലൈനിന്റെ ഈ ലെഫ്റ്റ് എൻഡിൽ എത്ര പോയിന്റ് ഉണ്ട്? ഒരു പോയിന്റ് ഉള്ളു അല്ലേ, P'. ഈ ലൈൻ റൈറ്റിൽ എത്ര പോയിന്റ് ഉണ്ട്? Q' ഉണ്ട്, U' ഉണ്ട്. ഇവിടെ 2 പോയിന്റ് ഉണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് വരേണ്ടത് 2 പോയിന്റ് ആയിരിക്കണം. ഇവിടെ ഓരോ പോയിന്റ് വീതം ഉള്ളെങ്കിൽ ഇവിടെ അകത്ത് ഒരു പോയിന്റ് വരാവുള്ളൂ. ഏതെങ്കിലും ഒരു സൈഡിൽ മാക്സിമം നമ്പർ ഓഫ് പോയിന്റുകൾ എത്രയാണെന്ന് നോക്കുക. ഇവിടെ 2 പോയിന്റ് ഉണ്ട് മാക്സിമം, ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ. എങ്കിൽ ഇവിടെ വരേണ്ടത് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ് 2 ആയിരിക്കണം. അപ്പോൾ ഞാൻ 2 പോയിന്റിനെ മാർക്ക് ചെയ്തു. അതിനകത്ത് ഇഷ്ടമുള്ള പോയിന്റ് എനിക്ക് ബ്രാക്കറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ഒരു സ്ഥലത്ത് 2 പോയിന്റ് വന്നാൽ ഒരാൾ ബ്രാക്കറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇഷ്ടമുള്ളൊരു പോയിന്റിനെ ബ്രാക്കറ്റ് ചെയ്തു. അതിന്റെ മീനിങ് ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു തരാം. ഈ 1' ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ P' മുതൽ Q' വരെ വരുന്ന ബേസ് എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജിൽ Q' ബ്രാക്കറ്റ് എഡ്ജാണ്, ബ്രാക്കറ്റ് പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ P' മുതൽ Q' വരെ വരുന്ന ബേസ് എഡ്ജിനെ ഫ്രണ്ട് വ്യൂവിൽ എനിക്ക് കാണാൻ സാധിക്കില്ല. ആ ബേസ് എഡ്ജിൽ വരുന്ന പോയിന്റ് ആയിരിക്കും, ആ ബേസ് എഡ്ജിനെ കട്ട് ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന പോയിന്റ് ആയിരിക്കും എന്ത്? 1'. അതാണ് അതിനെ ബ്രാക്കറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ P' മുതൽ U' വരെ വരുന്നൊരു ബേസ് എഡ്ജ് ഉണ്ട്. ഇവിടത്തേക്ക് കാണുന്നുണ്ട് PU. ഇതാണ് PU എന്നുള്ള ബേസ് എഡ്ജ്. അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത്. അവിടെ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന പോയിന്റ് ആണ് 2'. ആ പോയിന്റിന് വിസിബിൾ ആണ് ആ പോയിന്റ്. അതുകൊണ്ട് ആ പോയിന്റിന് നമുക്ക് ബ്രാക്കറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. അതാണ് ഈ 2 പോയിന്റുകൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള പോയിന്റിനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ലൈൻ കട്ടിംഗ് പ്ലെയിനെ നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിൻ്റെ ലൈൻ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം വെർട്ടിക്കൽ എഡ്ജിനെ കട്ട് ചെയ്യണം നോക്കിക്കേ. ഇവിടെ കട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എത്ര പോയിന്റ് വരും? താഴെ 2 പോയിന്റ്, മുകളിൽ 2 പോയിന്റ്, അപ്പോൾ 2 പോയിന്റ്. ഇവിടെ നേരെ പോകുമ്പോൾ ആക്സിസ് ലൈൻ, അവിടെ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്യുന്നു, ഈ ബേസ് എഡ്ജിനെ കട്ട് ചെയ്യുന്നു. അവിടെ എത്ര പോയിന്റ് ഉണ്ട്? 2 പോയിന്റ്. എങ്ങനെ മനസ്സിലാക്കാം? ഇതിന്റെ ലെഫ്റ്റിൽ 2 പോയിന്റ്, ഇതിന്റെ റൈറ്റിൽ 2 പോയിന്റ്. ഇന്ന് ലെഫ്റ്റ് എന്നാന്ന് വിചാരിക്കരുത്, C മുതൽ B വരെയാണ് ബേസ് എഡ്ജ്. അപ്പോൾ ഈ വലിയ ലൈനിന്റെ ലെഫ്റ്റിൽ 2 പോയിന്റ്, റൈറ്റിൽ 2 പോയിന്റ്, അപ്പോൾ ഇവിടെ 2 പോയിന്റ്. അതിലൊരു പോയിന്റിന് നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിന് നമുക്ക് ബ്രാക്കറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പോയിന്റുകളെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ചെയ്യാനും മാർക്ക് ചെയ്യാനും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയും പോയിന്റുകളുടെ ഫ്രണ്ട് വ്യൂസ് ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് ഈ പോയിന്റുകളുടെ എല്ലാം ടോപ്പ് വ്യൂസ് നമ്മൾ ഈ താഴെയുള്ള ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യണം. അത് നമുക്ക് എളുപ്പമായിട്ട് അറിയാം അല്ലേ, ഏതൊരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ ഒരു വെർട്ടിക്കൽ ലൈനിന്റെ അകത്ത് തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, 1', 2' എന്ന് പറയുന്ന പോയിന്റുകൾ നമുക്കറിയാം ബേസ് എഡ്ജിൽ കട്ട് ചെയ്ത പോയിന്റ് ആയതുകൊണ്ട് ഇവിടെയുള്ള ബേസ് എഡ്ജിന്റെ അകത്തായിരിക്കും വരിക. അതായത് 1ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. 1ൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നേരെ താഴേക്ക് വരച്ച് ഇവിടെ കട്ട് ചെയ്യും അല്ലേ. പിന്നെ നേരെ താഴേക്ക് വരച്ച് ഇവിടെയും കട്ട് ചെയ്യും. നോക്കിക്കേ, ഈ എഡ്ജിന്റെ പേരെന്താണ്? ആ എഡ്ജിന്റെ പേര് PQ എന്നുള്ളതാണ്. ഇത് PQലെ പോയിന്റ് അല്ലേ 1. അപ്പോൾ ഈ എഡ്ജിനെ നമ്മൾ വായിക്കേണ്ടത് PQ എന്നാണ്. AB എന്ന് വായിക്കരുത്, AB മുകളിലാണ്. PQ എന്ന് എഡ്ജിനെ വായിച്ച് അവിടെയാണ് 1നെ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ പിന്നെയും പെർപെൻഡിക്കുലർ താഴേക്ക് വന്നാൽ PU എന്ന് പറയുന്നത് ഈ എഡ്ജ് കണ്ട് PU അല്ലാണ്ട് AF അല്ല, PU. അവിടെയാണ് ആര് വരുന്നത്? 2 വരുന്നത്. അപ്പോൾ ഈ താഴെയുള്ള ഈ 2 ബേസ് എഡ്ജുകൾ കട്ട് ചെയ്യുന്ന പോയിന്റാണ് 1 and 2. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 3 and 4 ആണ്. 3ഉം 4ഉം മാർക്ക് ചെയ്യാനായിട്ട് 3 എവിടുത്തെ പോയിന്റ് ആണെന്ന് നോക്കിക്കേ. ബ്രാക്കറ്റ് പോയിന്റ് ആയതുകൊണ്ട് താഴെയുള്ള ബ്രാക്കറ്റ് പോയിന്റ് ആയി Q'-നും മുകളിലുള്ള ബ്രാക്കറ്റ് പോയിന്റ് ആയി B'-നും അകത്തായിരിക്കും. Q', B', അതിനകത്തുള്ള പോയിന്റ് ആണ് 3'. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എങ്ങോട്ടേക്ക് എവിടം വരെ വരയ്ക്കണം? Q', B' എന്ന് പറയുന്ന ലൈനിന്റെ അകത്തുള്ള പോയിന്റ് ആണല്ലോ 3'. അപ്പോൾ Q', B'-ന്റെ ടോപ്പ് വ്യൂ നോക്കിക്കേ. അത് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒരു പോയിന്റ് ആണല്ലേ. Q', B' ഒരു എഡ്ജ് ആയിട്ട് പോലും കാണാൻ പറ്റുന്നില്ല, അതൊരു പോയിന്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. QB ഒറ്റ സ്ഥലത്താണ് രണ്ടുപേരും ടോപ്പ് വ്യൂവിൽ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വരുന്ന പോയിന്റ് 3'ഉം പെർപെൻഡിക്കുലർ വരച്ച് ആ പോയിന്റ് വരെ മുട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തായിരിക്കുമല്ലോ. സോ 3നെ അതിനകത്ത് മാർക്ക് ചെയ്യുക. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാലും മനസ്സിലാകാത്ത ആളുകൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ്, ഇതാണ് നമ്മുടെ Q എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മുടെ B എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതാണല്ലോ Qക്കും Bക്കും ഇടയിലുള്ള പോയിന്റ് 3'. നമ്മളത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന 3' ഈ Q'-നും B'-നും അകത്താണ്. ക്ലിയർ? ഇനി നമ്മൾ ഇത് ടോപ്പിൽ നോക്കുന്ന സമയത്ത് Qവും Bയും മുകളിൽ നോക്കുമ്പോൾ ഒരു പോയിന്റ് ആയിട്ടല്ലേ ഫീൽ ചെയ്യാം. അതാണ് ഇവിടെ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന 3ഉം നമ്മൾ ടോപ്പിൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഈ 2 പോയിന്റുകൾക്കുള്ളിലായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് 3ഉം അവിടെ തന്നെ
മാർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ 4 അപ്പം എങ്ങനെ മാർക്ക് ചെയ്യാം? 4 ബ്രാക്കറ്റ് ഇല്ലാത്ത പോയിന്റ്. അപ്പോൾ ഇവിടെ യുവിനും എഫിനും ഇടയ്ക്കുള്ള പോയിന്റാണ് 4. അവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരച്ച് യു എഫ് വരെ വരയ്ക്കുക. യു എഫും ഒരു പോയിന്റാണ്, അതിനകത്തായിരിക്കും 4 വരിക. ദെൻ നമ്മൾ അടുത്ത് 5, 6 മാർക്ക് ചെയ്യണം. 5 ബ്രാക്കറ്റ് പോയിന്റ് ആണ്, 6 ബ്രാക്കറ്റ് ഇല്ലാത്ത പോയിന്റ്. ബ്രാക്കറ്റ് പോയിന്റ് ആകുമ്പോൾ ഇതിന്റെ റൈറ്റിലുള്ള ബ്രാക്കറ്റ് പോയിന്റ് സി ഡാഷ്, ലെഫ്റ്റിലുള്ള പോയിന്റ് ബി ഡാഷ്. ബി ഡാഷിനും സി ഡാഷ് എന്ന് പറയുന്ന എഡ്ജിന്റെ അകത്തെ പോയിന്റ് ആണ് 5 ഡാഷ്. അപ്പോൾ നമ്മൾ അതിന്റെ ടോപ്പ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും? അവിടുന്ന് പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുക. ഇവിടെ ബിക്കും സിക്കും ഇടയിലാണ് അപ്പോൾ 5 വരുന്നത്. കാരണം ബി ഡാഷ് സി ഡാഷിന്റെ ടോപ്പ് വ്യൂ ആണല്ലോ ബി സി, അതിനകത്തായിരിക്കും 5 വരിക. ദെൻ പെർപെൻഡിക്കുലർ നീട്ടി താഴേക്ക് പിന്നെ വരച്ചാൽ എഫിനും ഇക്കും ഇടയിലായിരിക്കും ആര് വരിക? 6 വരിക. കാരണം എഫ് ഡാഷ് ഇ ഡാഷിന്റെ ഇടയിലാണ് 6 ഡാഷ് ഇവിടെ കാണപ്പെടുന്നത്. സോ നമ്മൾ 1, 2, 3, 4, 5, 6 എല്ലാ പോയിന്റുകളും ടോപ്പ് വ്യൂവിലും മാർക്ക് ചെയ്തു. സോ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് ഈ പോയിന്റുകളെല്ലാം കൂട്ടി ഒരു ലൂപ്പ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1ൽ നിന്ന് 3ലേക്ക് വരയ്ക്കുക. കോൺസിക്യൂട്ടീവ് പോയിന്റുകളെയാണ് കൂട്ടി വരയ്ക്കേണ്ടത്. 1 to 3, 3 to 4, 5, 5 to 6, 6 to 4, 4 to 2, 2 to 1 എന്ന ഈ ലൂപ്പ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ ലൂപ്പിന്റെ ഉൾഭാഗം നിങ്ങൾ ഹാച്ച് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സെക്ഷൻ ചെയ്തതിന് ശേഷം ഈ ടോപ്പ് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ഇടത് സൈഡ് ഇല്ല, അല്ലെങ്കിൽ മുകൾ വശം ഇല്ല, അല്ലെങ്കിൽ ഇടത് സൈഡ് ഇല്ല, ഈ റൈറ്റ് സൈഡ് മാത്രമേ നമുക്ക് മിച്ചമുള്ളൂ. അപ്പോൾ ഈ ടോപ്പ് പോർഷൻ എടുത്ത് കളയുമ്പോൾ ഇതിന്റെ ഭാഗത്ത് വരുന്ന ഷേപ്പ് എന്താണ്? ആ ഷേപ്പിന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, പക്ഷെ ആ ട്രൂ ഷേപ്പ് അല്ല കേട്ടോ, ഇതിന്റെ എക്സാക്ട് ട്രൂ ഷേപ്പ് അല്ല ഇത് കാണുന്നത്. അവിടെ ഉണ്ടാകുന്ന ഷേപ്പിന്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. ആ ട്രൂ ഷേപ്പ് നമ്മൾ ഇനി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നുണ്ട് എന്താണെന്നുള്ളത് അതവിടെ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ പ്ലെയിൻ വരച്ചു, ഇത് ഹാച്ച് ചെയ്തു. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് കട്ടിംഗ് പ്ലെയിനിന്റെ റൈറ്റ് സൈഡ്, കട്ടിംഗ് പ്ലെയിനിന്റെ ലെഫ്റ്റിലോട്ടോ മുകളിലോട്ടോ ഒന്നും ചെയ്യരുത്, അതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഉള്ള പോർഷനെ എല്ലാം നിങ്ങൾ HBയുടെ പെൻസിൽ കൊണ്ട് ഡാർക്കൻ ചെയ്യുക. അതെ, ഇവിടുന്ന് 5 ഡാഷ് ഡി ഡാഷ്, ഡി ഡാഷ് എസ് ഡാഷ്, എസ് ഡാഷ് 2 ഡാഷ് ഫുൾ HB പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കൻ ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് വരുന്ന ഏതെങ്കിലും എഡ്ജ് ഉണ്ടെങ്കിൽ അത്രയും എഡ്ജുകളൊക്കെ വിസിബിൾ പെൻസിൽ അല്ലെങ്കിൽ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ ഡാർക്കൻ ചെയ്യുക. അതിന്റെ പുറകിൽ വരുന്ന പോർഷൻസ് എപ്പോഴും ലൈറ്റ് കളറേ വരാൻ പാടുള്ളൂ. അതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് ഉള്ളൂ എന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ്, ഇത് നമുക്ക് ഇല്ല എന്ന് കാണിക്കാനാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ ഒരു പോർഷൻ എടുത്ത് മാറ്റപ്പെടും അല്ലേ? അതിന്റെ അർത്ഥം നോക്കിക്കേ, ഇവിടെ നമ്മൾ ടോപ്പിൽ പോയി നോക്കിയാൽ നമുക്കത് ഇത്രയും പോർഷനേ ഉള്ളൂ, ഈ പോർഷനൊന്നും ഇല്ല, ഈ പോർഷൻ ഇല്ലായ്മപ്പെട്ടു പോകും അല്ലെ? അത് നമ്മൾ എടുത്തു കളയും അല്ലെ? സോ ഇതിന് വലത്തോട്ട് വരുന്ന എൻറ്റയർ പോർഷനെ നമ്മൾ ഇനി മിച്ചുള്ളൂ. സോ നമ്മൾ ആ വലത്തോട്ട് വരുന്ന എൻറ്റയർ പോർഷനെ നമ്മൾ എന്ത് ചെയ്യാം? HBയുടെ പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ട്രൂ ഷേപ്പ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. എങ്ങനെയാണ് ട്രൂ ഷേപ്പ് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സെക്ഷൻ ലൈനിന്റെ ഏറ്റവും 2 എൻഡിലെ പോയിന്റ് നോക്കുക. ഇത് 1 ഡാഷ് 2 ഡാഷ്, ഇത് 5 ഡാഷ് 6 ഡാഷ്, 2 എൻഡിലെയും പോയിന്റ് ആണ്. ഈ ലൈൻ ഫ്രണ്ട് വ്യൂവിലാണ് കാണപ്പെട്ടത് അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈൻ ഇവിടെ നിന്ന് എടുത്തുവെച്ച് ഫ്രണ്ട് വ്യൂവിന്റെ സൈഡിൽ തന്നെ XYക്ക് പാരലാക്കി വരയ്ക്കുക. 1 ഡാഷ് 2 ഡാഷ്, 5 ഡാഷ് 6 ഡാഷ്. അതിന്റെ അകത്തുള്ള 3 ഡാഷ് 4 ഡാഷിന് നമുക്ക് കോമ്പസിൽ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഈ ലൈനിനെ എടുത്ത് നമ്മൾ എന്താക്കുക? XYക്ക് പാരലാക്കി വരച്ചു. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ആ പോയിന്റുകളിൽ നിന്നെല്ലാം പെർപെൻഡിക്കുലർ ലൈൻസ് താഴേക്ക് വരയ്ക്കുക. ദെൻ ഇവിടുത്തെ 1ൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, 2ൽ നിന്ന് വരയ്ക്കുക, 3ൽ നിന്ന് വരയ്ക്കുക, 5ൽ നിന്ന് വരയ്ക്കുക, 4ൽ നിന്നും 6ൽ നിന്നൊക്കെ വരയ്ക്കുക. ദെൻ കറസ്പോണ്ടിങ് പോയിന്റുകൾ മീറ്റ് ചെയ്യുന്ന സ്ഥലം മാർക്ക് ചെയ്യുക. ഇവിടുത്തെ 1ഉം 1 ഡാഷും മീറ്റ് ചെയ്യുന്ന പോയിന്റ് 1, അങ്ങനെ 2, 3, 4, 5, 6 എല്ലാം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം കോൺസിക്യൂട്ടീവ് പോയിന്റുകളെ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ഉൾഭാഗം ഹാച്ച് ചെയ്താൽ ഇതായിരിക്കും കട്ട് ചെയ്തതിനു ശേഷം ഇതിനകത്ത് വരുന്ന ട്രൂ ഷേപ്പ് എന്നുള്ളത്. ഓക്കെ, ആ ട്രൂ ഷേപ്പിന്റെ ടോപ്പ് വ്യൂ മാത്രമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഉള്ളിൽ വരുന്ന ഷേപ്പ് യഥാർത്ഥ ഷേപ്പ് അല്ല, പക്ഷേ ഇവിടെയുള്ള യഥാർത്ഥ ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കിയാലേ ഇങ്ങോട്ട് മാറ്റി വരച്ചാലേ മനസ്സിലാകും. സോ ട്രൂ ഷേപ്പ് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഗിവൺ സോളിഡിന്റെ ഡെവലപ്മെന്റ് എന്താണ്, അതെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഓക്കെ.